ഇപ്പൊ രേവതി സമ്പത്തിനെതിരെ തന്നെ കുരുക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥയാണ് എന്ന് പറഞ്ഞ് സിദ്ദിഖ് രംഗത്ത് വന്നിട്ടുണ്ട്. രേവതി സമ്പത്ത് അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ പുറകില് കേരളത്തിലെ ജനങ്ങളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്. സിനിമയിലെ ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കാത്തവർ വളരെയധികം ആൾക്കാരുണ്ട്. അവരെല്ലാം നിങ്ങളുടെ പിന്നിലുണ്ട്. സിദ്ദിഖ് അപ്രകാരം പരാതി കൊടുക്കുന്ന ഒരാൾക്കെതിരായിട്ട് കളവായിട്ട് കേസ് കൊടുത്താൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ അടുത്ത കേസ് പോലീസ് എടുക്കണം. കാരണം പരാതിപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്. അവർ ഭയപ്പെട്ട് ഇത്ര നാളത് പറഞ്ഞില്ല. അവസരം കിട്ടിയപ്പോൾ അവരത് പറഞ്ഞു. അതിനെന്താണ് തെറ്റ്? ആ കേസ് എടുക്കട്ടെ, അന്വേഷിക്കട്ടെ, യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. അതിനെതിരായി പരാതിപ്പെടുന്നവർക്കെതിരായി പരാതി കൊടുക്കുന്നത് മലീഷ്യസ് പ്രോസിക്യൂഷൻ ആണ് എന്ന് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങളിൽ ഇനി പലതും വരും. അതിൻ്റെ വഴിക്ക് വിട്. പോലീസിന്റെ ജോലി നോക്കും, ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവർ മുന്നോട്ട് വരും. കുറ്റക്കാർക്കെതിരായിട്ട് കുറ്റച്ചാർജ് കൊടുക്കും. അവർ നിയമപരമായി അത് നേരിട്ട് രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് വേണം കരുതാൻ. അല്ലാതെ പരാതി കൊടുക്കുന്നവരെ ദിലീപ് കാണിച്ച രീതിയിലുള്ള ഒരു പ്രവൃത്തി തന്നെയായിട്ടാണ് എനിക്ക് ഇപ്പോൾ സിദ്ദിഖിന്റെ നീക്കം മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത് വളരെ മാരകമാകും. കേസെടുത്തതിന് ശേഷം മലീഷ്യസ് പ്രോസിക്യൂഷൻ ആണ് ശ്രമിക്കുന്നത് എന്ന് പറയാറായിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ അത് കണ്ടെത്തട്ടെ. സത്യം കണ്ടെത്തി പോലീസ് കുറ്റച്ചാർജ് കൊടുക്കാതെ റെഫർ ചെയ്യുമ്പം നിങ്ങൾക്കെതിരായ ഒരു അജണ്ട ആയിരുന്നു ഇതെന്ന് പറഞ്ഞാൽ അത് സത്യം ഉണ്ടാവും. അതുകൊണ്ട് ആ രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് നല്ലതല്ല. അതിനെതിരായിട്ടും അതൊരു ഇന്റിമിഡേഷനാണ്, അതൊരു ഭീഷണിയാണ്. അതിനെതിരായിട്ട് നടപടിയെടുക്കാൻ രേവതി സമ്പത്തും അവരെ സഹായിക്കുന്നവരും തയ്യാറാകണം. കാരണം ആ രീതിയിലുള്ള വരട്ടൊന്നും ഇനി നടക്കില്ല മലയാള സിനിമയിൽ. കാരണം ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ഫൈൻഡിങ് ആണ് ഇപ്പം വെളിയിൽ വന്നിരിക്കുന്നത്. അത് ഹൈക്കോടതി ആ കമ്മിറ്റിയുടെ മുഴുവൻ റിപ്പോർട്ടും അൺസെൻസേർഡ് റിപ്പോർട്ട് ഹൈക്കോടതി നോക്കുകയാണ്. 10-ാം തീയതി ഹൈക്കോടതിയുടെ തീരുമാനം പറയും. ഇവിടെ നിരവധി കേസുകൾ ഇപ്പം FIR എടുക്കും. പോലീസിന്റെ വഴിക്ക് പോട്ടെ. സത്യം പോലീസ് കണ്ടെത്തണം വരെ സിനിമാ നടന്മാര് അടങ്ങിയിരിക്കുക എന്നതാണ് അവർ സ്വീകരിക്കേണ്ട അവരെ തത്വം. അതുകൊണ്ട് മലയാള സിനിമയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അവർ ഉദ്ദേശിക്കുന്നെങ്കിൽ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടട്ടെ. കുറ്റം ചെയ്തവർക്കെതിരായിട്ട് പോലീസ് നടപടിയെടുക്കട്ടെ. മലയാള സിനിമയിൽ പുതിയ താരങ്ങൾ വരട്ടെ. മലയാള സിനിമയിൽ പുതിയ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും വരട്ടെ. മലയാള സിനിമ ഒന്നിനൊന്നും മെച്ചപ്പെട്ടു വരുന്നതാണ് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത്. രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരു മന്ത്രി ഇവിടെ ഉണ്ട്. കാര്യം അറിയാതെ ഇത്രയും ഡീപ്പായ ഒരു വിഷയത്തിൽ കയറി ആ പ്രതികളെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി പറയാനും തുനിഞ്ഞ ആ മന്ത്രി ആ സ്ഥലത്തിരിക്കാൻ യോഗ്യതയല്ല. അതുപോലെ ഇനി ഒരു മന്ത്രി കൂടി ഉണ്ട്, നമുക്ക് ആലോചിച്ചോണം. ഇനി ചില MLA-മാരും ഇല്ലാത്തതുണ്ടെന്ന് നമ്മൾ ആലോചിച്ചോണം. അവരെയൊക്കെ ആ സ്ഥലത്തിരിക്കുന്ന ഗവൺമെന്റിന്റെ ഇമേജ് ദൂഷ്യം തന്നെയാണ്. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സർക്കാരിന്റെ ഉറപ്പും വന്നതോടുകൂടി കൂടുതൽ ഒഫൻസ് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റേപ്പ്, മൈനർ റേപ്പ്, അതുപോലെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ശിക്ഷലായിട്ടുള്ള എല്ലാം ഇതിനകത്ത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് വേണം സ്വർജൻ കുമാറും സംഘവും നീങ്ങാൻ. നിയമപരമായി ധാരാളം ലിറ്റിഗേഷൻ വരും. ശക്തരാണ് എതിർപക്ഷത്ത്. അത് തന്നെയല്ല, ഇതിനകത്ത് പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. മലയാളത്തിലെ ഈ സിനിമാ നടികള്, എക്സ്ട്രാ നടികള്, അവരൊക്കെ പാവങ്ങളാണ്. സാമ്പത്തികമില്ല. അവരെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. കണ്ടല്ലോ നമ്മൾ ഒരു അതിജീവിതയുടെ അനുഭവം നമ്മൾ കണ്ടല്ലോ 2017 ആ ഒരു മഹാനടന് അവരോടുള്ള വൈരാഗ്യം എങ്ങനെയാണ് തീർത്തത്? പൾസർ സുനി എന്ന ക്രിമിനൽ വന്ന് എന്താണ് ചെയ്തത് കാറിനകത്ത്? ഇതൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് കൃത്യമായ പ്രൊട്ടക്ഷൻ ഈ അന്വേഷണ ടീമിൽ കൊടുത്തിരിക്കണം. അങ്ങനെ ആരെങ്കിലും വാലുപൊക്കി വന്നിട്ടുണ്ട് അവന്റെ വാല് വെട്ടിക്കളയാൻ തയ്യാറാകണം അന്വേഷണ ടീമുകൾ. കാരണം ലിറ്റിഗേഷന്റെ തുടക്കമാണ്. ഈ ഗവൺമെന്റ് കഴിഞ്ഞാലും അടുത്ത ഗവൺമെന്റ് വന്നാലും ഈ പ്രശ്നങ്ങൾ ഒരു കേസിലെങ്കിലും കുറ്റച്ചാർജ് കൊടുക്കാൻ സാധിക്കുമോ എന്ന് സംശയം. എന്തായാലും ശരി, എത്രയും പെട്ടെന്ന് ഇപ്പം വെളിയിൽ വന്നിരിക്കുന്നവരുടെ പേരിലുള്ള അന്വേഷണം അവർ പറയുന്ന അവരുടെ ഭാഗം കൂടെ കേട്ട് ആ ആരോപണം ശരിയെങ്കിൽ അതിന്റെ സാക്ഷികളും ഉണ്ടെങ്കിൽ കഴിവുള്ളിടത്തോളം പെട്ടെന്ന് ഓരോരുത്തർക്കെതിരായിട്ടൊരു ചാർജ് ഷീറ്റ് കൊടുക്കണം. അത് ഈ മെയിൻ കേസിനകത്ത് നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചാർജ് കൊടുക്കണം. അങ്ങനെയാണ് പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ.
അത് ഇത് ശ്രദ്ധിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് പരിഗണിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്, അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. അവരുടെയൊക്കെ അഭിപ്രായം, വിദഗ്ധരായ അഡ്വക്കേറ്റ്സിന്റെ അഭിപ്രായം കൂടെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെ നല്ലത്. അല്ലെങ്കിൽ ഇതിനകത്ത് പല പല പ്രതിസന്ധികളും നേരിടും, നിയമപരമായ പ്രതിസന്ധികളും നേരിടും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ പോകണം. ഇതിൽ ഏതെങ്കിലും ഒരു നടിക്ക് ഒരു അപകടം ഇനി ഉണ്ടാകരുത്. കാരണം അതിജീവിതയുടെ കാര്യം നമുക്കറിയാം. ആ പെൺകുട്ടി, ആ നടി അവരുടെ കുടുംബ സംരക്ഷണത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ രീതിയിലുള്ളൊരു കൊട്ടേഷൻ. ഏത് രീതിയിലുള്ള കൊട്ടേഷനാണ് ഇനി വരുന്നതെന്ന് നമുക്ക് അറിയാൻ പോകുന്നില്ല, നമ്മൾക്ക് ആർക്കും അറിയില്ല. അൺഇമാജിനബിൾ ആണ്. കാരണം അത്ര ക്രിമിനൽ സംഘം, ഈ നടന്മാർക്ക് പലർക്കും അതുപോലെയുള്ള ക്രിമിനൽ സംഘങ്ങളുമായിട്ട് പൾസർ സുനിയെക്കാട്ടിലും ഇരട്ടി ക്രിമിനാലിറ്റി ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് മൊഴി കൊടുക്കുന്നവരെ കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും അവരുടെ സുരക്ഷിതത്വം എപ്പോഴും ഒരു ശ്രദ്ധയോടെ വേണം പോലീസ് കൈകാര്യം ചെയ്യാനും അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാനും. മറ്റു അപകടങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകണം. ആർക്കെങ്കിലും ഈ ഒരു നടിയോട് വൈരാഗ്യം തോന്നിയ ഒരു സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവനെ പൊക്കിയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതായാലും സർക്കാർ അന്വേഷണ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ നാളെ പ്രാഥമികമായ അവരുടെ യോഗം കൂടുകയാണ്. ആ യോഗത്തിൽ എടുക്കുന്ന തീരുമാനം എങ്ങനെ ഈ കേസ് എടുക്കാൻ പറ്റും, വളരെ സുചിന്തിതമായി ചിന്തിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം ഇതിനകത്ത് ലീഗലായിട്ട് പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. ദിലീപിന്റെ കേസ് നമുക്കറിയാം, 2017 തുടങ്ങിയിട്ട് ഏകദേശം 7 വർഷമായിട്ട് ഇപ്പോഴും അത് നിയമയുദ്ധത്തിലോട്ട് അങ്ങ് നടന്ന് അതിന്റെ ട്രയൽ ഏകദേശം തീരാറായി വരുന്നതേ ഉള്ളൂ. 100 പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ട്രയൽ കോടതിയിൽ, ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഇങ്ങനെ നിരന്തരം പല കേസും അന്വേഷണ സമയത്തുള്ള അതേ സമയത്ത് ട്രയൽ സമയത്തും അതിൽ അതിൻ്റെ മെമ്മറി കാർഡ് മറ്റാരോ കോടതി വെച്ചിരുന്നത് കണ്ടു എന്നുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ, ലീഗൽ പ്രശ്നങ്ങളാണ് ഹൈക്കോടതിയിലും ലോവർ കോടതിയിലും സുപ്രീം കോടതി വന്നു കഴിക്കുന്നത് നമ്മൾ കണ്ടു. നടന്മാർക്ക് എല്ലാവർക്കും സാമ്പത്തികമുണ്ട്. പീഡിപ്പിക്കപ്പെട്ട നടിമാര് അവർക്കൊക്കെ സാമ്പത്തികമില്ല. അവരൊക്കെ പരാതി കൊടുക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. ബാക്കി കാര്യങ്ങൾ പോലീസ് നോക്കണം. അവർക്ക് നിയമയുദ്ധത്തിനൊന്നും എങ്ങും പോകാൻ കഴിയില്ല, അതിനുള്ള സാമ്പത്തികവും ഇല്ല. പോലീസ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ നടന്മാർക്കെതിരായി ധൈര്യസമേതം അവർ നടിമാര് മുന്നോട്ട് വരാൻ കാരണം സർക്കാരിന്റെ ഉറപ്പ്, ഏമ കമ്മിറ്റിയുടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ രഹസ്യ സ്വഭാവം, അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് അവർ വന്ന് മൊഴി കൊടുത്തത്. അതിനകത്ത് വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടണമെന്ന് പറഞ്ഞപ്പോൾ അത് ചില ഭാഗങ്ങൾ വ്യക്തികളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ, ചില ആരോപണങ്ങളെല്ലാം മറച്ചു വെച്ച് സെൻസർ ചെയ്ത് അങ്ങനെയാണ് അതിപ്പം വെളിയിലോട്ട് നമ്മളൊക്കെ കണ്ടത്. പക്ഷെ ഹൈക്കോടതിയിൽ പായ്ച്ചറ നവാസ് കൊടുത്ത പൊതുകാര്യ കാര്യത്തിൽ കേസ് കൊടുക്കുന്ന വ്യക്തി ഹൈക്കോടതിയിൽ കൊടുത്ത പരാതിയിൽ ഡിവിഷൻ ബെഞ്ച് പരിഗണന എടുത്തു കഴിഞ്ഞു. അൺസെൻസേർഡ് ആയിട്ടുള്ള മുഴുവൻ ഏമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഒരു അന്വേഷണ ടീം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യുമെന്നാണ് എന്നെപ്പോലുള്ളവർ അത് കൂലങ്കക്ഷമായി ചിന്തിക്കുകയും എന്ത് ചെയ്യും അവരുടെ നടപടി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ആലോചനയിൽ ഒരു റിപ്പോർട്ടുണ്ട്, അപ്പോൾ ഒരു FIR എടുക്കണം. ആ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ചില ഒഫൻസസ് മസ്കറ്റ് റോഡിലും ട്രിവാൻഡ്രത്തുമൊക്കെ നടന്നിരിക്കുന്നു. കേരളത്തിൽ എവിടെ വേണേലും ഇതിനകത്ത് സെക്ഷുവലായിട്ട് പീഡിപ്പിക്കപ്പെട്ട ആൾക്കാരുടെ എല്ലാ ജില്ലകളിലുമൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് കൊടുത്ത സ്ഥലത്ത് തന്നെ ഒരു FIR എടുക്കണം. അത് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഈ പണം തട്ടിച്ച് ബാങ്കിലെ ഡിപ്പോസിറ്റ് വാങ്ങിച്ച് 100 കണക്കിന് 1000 ആൾക്കാർ അവരുടെ പണം നഷ്ടപ്പെട്ടു ഉള്ള കേസ് വരും. അത് 1000 2000 FIR എടുക്കുന്നത് അത് അത്ര സുഖകരമായ ഇടപാടല്ല. പക്ഷേ പ്രൈമറി ആയിട്ട് ഒരു FIR എടുക്കുക, എന്നിട്ട് ഓരോരുത്തർ ചിലപ്പം മൊഴി പറയാൻ വൈമനസ്യം കാണിക്കുന്നവരെ വിട്ടുകളയാം.
മൊഴി ധൈര്യസമേതം തരുന്നവരുടെ കേസ് സ്പ്ലിറ്റ് ചെയ്ത് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് വാദിഭാഗം ആര്? ഹേമ കമ്മിറ്റിയിലെ ജസ്റ്റിസ് ഹേമ, അതുപോലെ തന്നെ വത്സലകുമാരി, KB വത്സലകുമാരി IAS, ശാരദ, ഇവർ വാദിഭാഗത്ത് വന്നേ പറ്റൂ. അവരുടെ മുമ്പിലാണ് ഈ മൊഴികൾ, ഒഫൻസസ്, എക്സ്പ്ലോയിറ്റേഷൻ, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, അപകീർത്തിപ്പെടുത്തൽ, അതുപോലെ തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത്, റേപ്പ്, പോക്സോയിൽ വരുന്ന റേപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനൊക്കെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് ശേഷം, ഹൈക്കോടതിയുടെ ഒബ്സർവേഷന് ശേഷം മാത്രമേ സുഗമമായിട്ട് ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ. അത് ഇപ്പം നമുക്കൊരു സോമോട്ടോ കേസ് എടുക്കാം. വാദിഭാഗം ജസ്റ്റിസ് ഹേമ തന്നെ. കാരണം അവരും ഈ കേസിനകത്ത് തീർച്ചയായിട്ടും വലിയ വലിയ നടന്മാര് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതുകൊണ്ട്, അവർക്കൊക്കെ നല്ല സാമ്പത്തികം ഉള്ളതുകൊണ്ട് പല സന്ദർഭത്തിലും ജസ്റ്റിസ് ഹേമയും KB വത്സലകുമാരിയും ശാരദയൊക്കെ കോടതിയുടെ മുമ്പിൽ വരേണ്ടി വരും, അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പോലീസ് വളരെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് നിയമപരമായി പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വാദിഭാഗം ജസ്റ്റിസ് ഹേമ, അതുപോലെ തന്നെ KB വത്സലകുമാരിയും ശാരദയും. പ്രതിഭാഗത്ത് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്ത വിവരം വെച്ചിട്ട് രണ്ടുപേര് അവരെ അമ്മയുടെ സ്ഥാനം ഒരാൾ ഒഴിഞ്ഞു, ഒരാൾ സർക്കാരിലുണ്ടായിരുന്ന സ്ഥാനം ഒഴിഞ്ഞു. അവർക്കെതിരായിട്ട് രണ്ട് നടിമാര് ഓപ്പണായിട്ട് ആരോപണം പറഞ്ഞു കഴിഞ്ഞു. 376 പഴയ IPCക്കകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിഭാഗത്ത് രണ്ടുപേര് മറ്റു പലരും എന്ന് പറയുന്നതായിരിക്കും ഉചിതം. കാരണം സിദ്ദിഖും രഞ്ജിത്ത് മുതലായവർ തുടങ്ങിയവർ എന്ന് പ്രതിസ്ഥാനത്ത് പറഞ്ഞ് ഒരു സോമോട്ടോ FIR എടുക്കാം. അതിനകത്ത് ഓരോ ആൾക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കേസ് സ്പ്ലിറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് തീർച്ചയായിട്ടും ഒരു കേസ് എടുക്കാം. അതിൻ്റെ അകത്ത് വാദിഭാഗം അവരെ തന്നെ വെക്കണം. ജസ്റ്റിസ് ഹേമ അവരെ 3 പേരെയും വാദിഭാഗം വെക്കും. എതിർകക്ഷികളായിട്ട് പ്രതിഭാഗത്ത് അവിടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ്, അക്കാഡമിയുടെ ചെയർമാനായിരുന്ന രഞ്ജിത്ത് മുതലായവർ, ഇനിയും ധാരാളം പേര് വരും, ആഡ് ചെയ്യാം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് 354 IPC, 376 പോക്സോ റേപ്പ്, അതുപോലെ 506 IPC, 509 IPC, 34 കൂടെ ചേർത്ത് പോകുന്നതാണ് നല്ലത്. കാരണം ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്ഥലത്ത് വെച്ചുള്ള പീഡനമാണ്. അതുകൊണ്ട് അൺലോഫുൾ അസംബ്ലിയുടെ 143 വരത്തില്ല, 34. അതുകൊണ്ട് 34 ഇട്ടിട്ട് ഒരു കേസ് എടുത്തിട്ട് ഓരോരുത്തരും മൊഴി തരുന്നതനുസരിച്ച് ആ കേസിന്റെ അന്വേഷണത്തിൽ അതിന്റെ സാക്ഷികളെ ചേർത്ത് അതിനൊരു കുറ്റച്ചാർജ്, അത് കൺസേൺഡ് കോടതി എവിടെയാണോ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ആ ഒക്കറൻസ് അല്ലെങ്കിൽ ആ ഒഫൻസ് നടന്നത്, അതേ കോടതിയിൽ ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് അവിടെ ചാർജ് കൊടുക്കാം. ബേസിക്കായ ഈ കേസ് ഇവിടെ നിലനിൽക്കും. അത് അന്വേഷണം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ ബേസിക് കേസിൽ ആരെങ്കിലും ഒരാളുടെ കുറ്റച്ചാർജ് അന്ന് കൊടുക്കാം. ഏറ്റവും അവസാനം വരുന്ന കുറ്റച്ചാർജ് ഇതും കുറ്റച്ചാർജ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ കരുതുന്നത്. ക്രൈംബ്രാഞ്ചിൽ സോമോട്ടോ ആയിട്ട് ഒരു FIR എടുക്കാം. അന്വേഷണത്തിന് ലീഡ് ചെയ്യുന്ന ആരാണ് സ്പർജൻ കുമാറെങ്കിൽ അദ്ദേഹത്തിന് സോമോട്ടോ ആയിട്ട് കേസെടുക്കാം. വാദിയായിട്ട് തീർച്ചയായിട്ടും ജസ്റ്റിസ് ഹേമയും അവരെ രണ്ടുപേരും കൂടെയുള്ള രണ്ടുപേരും. പ്രതിസ്ഥാനത്ത് ഈ രണ്ടുപേര് ഇപ്പൊ എതിരായി ഓപ്പണായിട്ട് ചാനലിലും മറ്റും ആ നടികൾ പറഞ്ഞു കഴിഞ്ഞു. അവര് രണ്ടുപേരെയും അതുപോലെ തന്നെ വേണം ചേർക്കാം പ്രതിസ്ഥാനത്തേക്ക് ഇനിയും. കാരണം പലരെയും പേരുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതിനകത്ത് മണിയമ്പിള്ള രാജു വന്നിട്ടുണ്ട്, മുകേഷ് വന്നിട്ടുണ്ട്, ജയസൂര്യ വന്നിട്ടുണ്ട്, ഇടവേള ബാബു വന്നിട്ടുണ്ട്, റിയാസ് ഖാൻ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ എല്ലാം നമുക്ക് അറിയപ്പെടുന്ന, അത് ഡിസ്ക്ലോസ് ചെയ്ത, ചാനലിൽ കൂടെ വന്നത്, ഒഫൻസ് റിവീൽ ചെയ്ത ആൾക്കാരെ അങ്ങനെ 1, 2, 3, 4, 5, 6, 7 തുടങ്ങിയവർ എന്ന് എഴുതി ചേർത്ത് FIR എടുക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിനകത്ത് തീർച്ചയായിട്ടും ധാരാളം ലിറ്റിഗേഷൻസ്, കാരണം പല നടന്മാരും സാമ്പത്തികമായും അവര്
അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ അതിശക്തരാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ. അതുകൊണ്ട് ഗവൺമെന്റ് മാത്രമേ ഈ നടിക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ളൂ. ഗവൺമെന്റ് മാത്രമേ അവരുടെ ഉള്ളൂ. പിണറായി വിജയന് അതുകൊണ്ട് കൃത്യമായി പോലീസ് ഈ നടിമാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് ഒരു മാതൃക കാണിക്കുന്ന ഒരു പ്രവൃത്തി പിണറായി വിജയന്റെ സർക്കാർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്.